ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മധ്യപൂർവേഷ്യയിലെ ലെബനോൻ എന്ന രാജ്യം ഒരു വീണ്ടും ഒരു ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും തിരിച്ചു പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നടന്നു വരുന്ന ചർച്ചകൾ ഇസ്രായേലും ലെബനോനും ഹിസ്ബുള്ളയും ഒരു ട്രീറ്റിയിലെത്തിയിരിക്കുകയാണ്. അവിടെ വെടിനിർത്തൽ നടപ്പിലാക്കണം. അമേരിക്കയിൽ ജോ ബൈഡൻ അധികാരമൊഴിയുന്നത് ജനുവരി 20 ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ അങ്ങനെയൊരു സമാധാന കരാറിൽ ഏർപ്പെട്ട് അവിടെ ശാന്തിയും സമാധാനവും കൊണ്ടുവരണം എന്നാണ് ഇപ്പോഴുള്ള ധാരണ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലും വേറൊരു ഘടകമുള്ളത്, നിയുക്ത പ്രസിഡന്റ് ട്രംപ് ജനുവരി 20 അദ്ദേഹത്തിന് അധികാരം ഏറ്റെടുക്കുന്ന ജനുവരി 20 ഇനോഗ്രേഷൻ ഡേയിൽ തന്നെ പിന്നെ ഒരു പ്രശ്നങ്ങൾക്ക് ആഗ്രഹമില്ല. പിന്നെ ഇങ്ങോട്ട് വരുന്ന പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരോട് മാത്രം ഇടപഴകാനായിട്ട് ട്രംപ് ആലോചിക്കുന്നുള്ളൂ, ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതിന്റെ ഭാഗമായിട്ട് യുക്രൈനിലും അങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ലെബനനെ പറ്റി പറയുമ്പോൾ, ലെബനനിൽ ഇത്ര നാളും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഹെസ്ബുള്ളയായിരുന്നു. ഹെസ്ബുള്ളയുടെ നേതാവ് നസറുള്ള, അദ്ദേഹത്തിന് കഴിഞ്ഞ മാസം അവസാനം ഇസ്രായേൽ സേന വലിയൊരു ബോംബിട്ട് 14 നിലയുടെ താഴെ ഒളിച്ചിരുന്ന നസറുള്ളയെ വകവരുത്തി. അദ്ദേഹം പോയോടുകൂടി ഹെസ്ബുള്ളയ്ക്ക് നാഥനില്ല കളിയായി. ഒപ്പം തന്നെ ചെറിയ ചെറിയ കമാൻഡർമാര് അവരുടെ മിലിറ്ററി വിങ്ങിനെ ഒക്കെ പയ്യെ ഇല്ലാതാക്കുകയായിരുന്നു. ഇപ്പൊ ഒരു സമാധാന ശ്രമത്തിന് മുൻകൈ എടുക്കുന്നത് പലപ്പോഴും നമുക്ക് കാണാം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു. ഇമ്മാനുവൽ മാക്രോണ് ഫ്രാൻസിന്റെ ഈ ലെബനോന്റെ ചില ഭാഗങ്ങളിൽ അവരുടെ സേനയുണ്ട്. അപ്പോൾ അതൊരു ഫ്രഞ്ച് കോളനി ആയിരുന്നു. മുൻകാലങ്ങളിൽ ലെബനൻ ഒരു ഫ്രാൻസിന്റെ കോളനി ആയിരുന്നു. അപ്പൊ ഈ ഒരു യുദ്ധത്തിന് സമാധാനപരമായി നീക്കുന്നതിന് വേണ്ടി അദ്ദേഹം ജോ ബൈഡൻ പോകുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയുള്ള പ്രവൃത്തികളിലും സന്ധി സംഭാഷണങ്ങളിലും ഏർപ്പെട്ട് ഹിസ്ബുള്ളയും ഒപ്പം തന്നെ ലെബനന്റെ തെരഞ്ഞെടുക്കപ്പെട്ട അധികാര കേന്ദ്രവും പ്രധാനമന്ത്രിയും പ്രസിഡന്റൊക്കെ ഉൾപ്പെടുന്നവരുമായിട്ട് ചർച്ച നടത്തി ജോ ബൈഡനും ബാക്കപ്പോട് കൂടി ഇസ്രായേൽ ഒരു വെടിനിർത്തൽ സീസ് ഫയറിന് തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സീസ് ഫയർ നിലവിൽ വന്നതിന് ശേഷം പോലും സദേൺ ലെബനന്റെ തെക്ക് ഭാഗം, എന്നാൽ വടക്ക് ഭാഗം, ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ വടക്ക് ഭാഗം, അവിടുന്ന് റോക്കറ്റ് ലോഞ്ചേഴ്സ് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോംബ് ചെയ്യുന്നത് ഇവരുടെ ഇതാണ്. കാരണം ഇവർ സന്ധി സമാധാനത്തിന്, അത് അവരുടെ ഒരു വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമാണ്. അവര് വിശുദ്ധ യുദ്ധം ഒരിക്കലും നിർത്തില്ല. ശാന്തി സംഭാഷണം എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഒരു ടൂളായിരിക്കും. എന്നിരുന്നാൽ ഇത് വലിയൊരു രീതിയിലേക്ക് പോയില്ല. 2 വ്യക്തികൾ ഒരു ബോംബർ മിസൈൽ ലോഞ്ചറിന്റെ അടുത്ത് വന്നപ്പോൾ അവരെ 2 ആളെ വീണ്ടും ഇസ്രായേൽ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. എന്നിരുന്നാലും ആകെ മൊത്തത്തിൽ ഒരു സമാധാന അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത്. നസറുള്ള ഈ തീവ്രവാദത്തിന് ഏകദേശം ഒരു 1.5-2 ലക്ഷത്തോളം മനുഷ്യരുടെ കൊലപാതകങ്ങൾക്ക് കാരണക്കാരനായ നസറുള്ളയെ ഒക്ടോബർ അവസാനത്തോടുകൂടി ഇസ്രായേൽ സേന വധിച്ചതോടുകൂടി അതിന്റെ നേതൃത്വം ഇല്ലാതായി. തന്നെയല്ല, ഇമ്മാനുവൽ മാക്രോൺ പോലെയുള്ള നേതാക്കളും ഇതിൽ ഇടപെട്ടോടുകൂടി ഒരു സീസ് ഫയർ അവിടെ നിലവിൽ വന്നു എന്ന് വേണം കരുതാനായിട്ട്. ഇനി നമ്മൾ ലെബനനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ചരിത്രം കൂടി നമ്മൾ കണക്കിലെടുത്താലാണ് നമുക്ക് ഇതിനെ പറ്റിയുള്ള ആകെത്തുക മനസ്സിലാവുള്ളൂ. ലെബനൻ എന്ന രാജ്യം 50-കൾ 60-കളിലെ വരെയൊക്കെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു. പക്ഷേ ഇസ്ലാമിക തീവ്രവാദികൾ പയ്യെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി ബലമായും ശക്തി ഉപയോഗിച്ചും അവിടെ ജനങ്ങളെ ബലപ്പെടുത്തി ഇസ്ലാമിലേക്ക് മതം മാറ്റിയാണ് ഈ കഴിഞ്ഞ 60-70 വർഷത്തിനുള്ളിൽ ലെബനൻ ഒരു ഇസ്ലാമിക രാജ്യമായി മാറിയത്. എന്നാൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഡെവലപ്മെന്റ്സ് എന്തൊക്കെയായിരിക്കും? കാരണം ട്രംപ് എന്ന വ്യക്തിക്ക് ഇവിടെ വളരെയധികം പ്ലാനുകളുണ്ട് ഇറാനെ കുറിച്ചൊക്കെ. അപ്പൊ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ചിലപ്പോൾ ഈ വെടിനിർത്തൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഹെസ്ബുള്ള എന്നത് ഒക്ടോബർ 3, 2023 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ച് 1200 ആൾക്കാരെ കൊന്ന സാഹചര്യത്തിലാണ് ഹെസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഇറാൻ പിന്നിൽ നിന്നും പ്രോക്സി ആയിട്ട് നയിച്ചിരുന്ന ഒരു യുദ്ധമാണ് അവിടെ നടന്നത്. ഗാസയിലെ ഹമാസിനെ തുടച്ചു മാറ്റി
അവിടെ ഇനിയും പൊന്തിപ്പരും. കാരണം ഇസ്രായേൽ അവിടെ നിന്ന് മാറാനായിട്ടുള്ള ഒരു ഇതില്ല. അവിടെ അവർക്ക് കാരണം ഇങ്ങനെയുള്ള തീവ്രവാദ മണ്ണുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്ന് തഴച്ചു വളരാനായിട്ടൊരു ഇതാണ്. പാലസ്തീന്റെ എരവാദം ഉയർത്തി അവർ വീണ്ടും ഹമാസ് വീണ്ടും വരും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഇസ്രായേൽ കമാൻഡേഴ്സ് ഒക്കെ പറഞ്ഞത് ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് പോകില്ല ഗാസയിൽ, കാരണം അവർക്ക് ഇനിയൊരു തീവ്രവാദ ആക്രമണം നേരിടാനായിട്ട് അവർക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഗാസയിൽ തന്നെ അവർ തമ്പടിച്ച് അവർ ആ സ്ഥലത്തെ നേരെയാക്കിയതിന് ശേഷമാണ് ഇസ്രായേൽ സേന അവിടുന്ന് പിൻവാങ്ങുള്ളൂ. അതോടൊപ്പം തന്നെ ഹെസ്ബുള്ള വെറും കുറച്ച് മിസൈലുകൾ ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ഹമാസിനെയും ഇറാനെയും ഹൂത്തികളെയും സഹായിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഒരിക്കലും നസ്രുള്ള ഇടയ്ക്കിടയ്ക്ക് നസ്രുള്ള വന്നിട്ട് ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കുന്നു പോകുന്നു. പക്ഷെ അവർ ആക്രമിക്കില്ല. ചെറിയൊരു 5 മിസൈൽ 10 മിസൈൽ ഇസ്രായേലിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഇടുക മാത്രമായിരുന്നു. എന്നാൽ ഇസ്രായേൽ എന്ത് ചെയ്തു? ഹമാസിനെ തുടച്ചു നീക്കി ഇസ്മയിൽ ഹനിയ, സിൻവാർ ഈ വക ടീമുകളൊക്കെ കഴിഞ്ഞപ്പോ നേരെ ഹെസ്ബുള്ളയുടെ നേതാവായ നസ്രുള്ളനെ തന്നെ കൊന്നുകളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതിന്റെ പേരിൽ ഇനിയൊരു സമാധാനം അവിടെ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. ഈ ഒരു ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ നിലവിൽ വരുന്നതോടുകൂടി ലോകത്തിന്റെ ആശങ്ക എന്ന് പറഞ്ഞാല് ഇസ്രായേലിന്റെ മുഴുവൻ ഫോക്കസ് ഇറാന്റെ മേലെയായിരിക്കും. അപ്പോൾ ഈ ഇറാന്റെ മേലെ ഓൾറെഡി വലിയ പ്രഹരം അവരുടെ വിദേശകാര്യമന്ത്രിനെയും പ്രധാനമന്ത്രിയായ റെയ്സിയെ ഒരു ഹെലികോപ്റ്റർ അവര് പറയുന്നത് ഹെലികോപ്റ്ററിന്റെ അപകടം എന്ന് പറഞ്ഞാൽ അതൊരു അപകടം അല്ലായിരുന്നു, അത് ഇസ്രായേൽ വകവരുത്തിയതാണ് റെയ്സിനെ. കാരണം ഇബ്രാഹിം റെയ്സി ആയിരുന്നു ഈ വക തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അപ്പൊ ഇസ്രായേൽ തന്നെയാണ് ഈ ഹെലികോപ്റ്റർ ആക്രമണത്തിൽ ഇബ്രാഹിം റെയ്സിനെ കൊന്നത്. തന്നെയല്ല ഇപ്പിയുള്ള പ്രസിഡന്റ്, ഇപ്പൊ ഇറാന്റെ പ്രസിഡന്റ് അലി ഖമേനി ഏകദേശം 55 വയസ്സായി. അദ്ദേഹം ഇനിയൊരു ബാല്യം അദ്ദേഹത്തിന് നയിക്കാനായിട്ടില്ല. അപ്പൊ ഇപ്പൊ ഇരിക്കുന്ന പ്രസിഡന്റ് വളരെ ശാന്ത പ്രകൃതക്കാരനാണ്. അതുകൊണ്ട് ഇനിയൊരു യുദ്ധത്തിന് അവര് വരെ ഇരിക്കില്ല. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഈ കഴിഞ്ഞ മാസത്തിന്റെ അവസാനത്തിലായിട്ട് ഒരു തിരിച്ചടി എന്നോണം 2-3 ബോംബിങ് ഇസ്രായേൽ ഇറാന്റെ ഉള്ളിൽ ചെയ്തിരുന്നു. അപ്പൊ അവർ നശിപ്പിച്ചത് ഒന്ന് എയർ ഡിഫൻസ് സിസ്റ്റമാണ്. എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ S-400 പോലെയുള്ള മിസൈൽ വേദ റോക്കറ്റുകൾ റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നശിപ്പിച്ച് അടിച്ച് ഇല്ലാണ്ടാക്കി. ഒപ്പം തന്നെ ന്യൂക്ലിയർ ഫെസിലിറ്റി, ന്യൂക്ലിയർ ഇതുണ്ടാക്കുന്നത്, പിന്നെ അവരുടെ ഈ റൺവേകൾ ഇതൊക്കെ അടിച്ച് ആക്രമണം നടത്തി ഇരിക്കുന്ന ഘട്ടമാണ്. ഇപ്പൊ ഹെസ്ബുള്ളയുമായിട്ടുള്ള വെടിനിർത്തൽ നിലവിൽ വരുന്നതോടുകൂടി വീണ്ടും ഇറാനിലേക്ക് ശ്രദ്ധ ചെലുത്തുമോ, ഇറാനെ വകവരുത്തുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഞാൻ പല വ്യക്തികളുമായിട്ട് സംസാരിക്കാൻ ഇടയായി. ഞാൻ ഈ സൈനിക തലത്തിലുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കാൻ ഇടയായപ്പോൾ അവര് പറയുന്നത് ഇറാന് ഇനി പൊന്തി വരാവുന്ന ഒരു തീവ്രവാദ രാജ്യമായിട്ട് പൊന്തി വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് ഇവർക്കൊക്കെ സ്വാധീനം, ഇവരുടെ ഒരു ശക്തി എന്ന് പറയുന്നത് പുടിനാണ്. പുടിനും ട്രംപുമായിട്ടുള്ള വ്യക്തിബന്ധത്തിന്റെ പേരില് പുടിൻ ഒരു പക്ഷെ ട്രംപിനോടും ഇസ്രായേലിനോടുമുള്ള വിധേയത്വം മൂലം ഇറാനെ ഇനി വളർത്താൻ ഉള്ള സാഹചര്യവും ഇല്ല. അപ്പൊ ഇറാന് അഭയം തേടി എങ്ങും പോവാനില്ല. അപ്പൊ ഈ ഒരു അവസരത്തിൽ തന്നെ ഒരു പക്ഷേ ഇറാന്റെ എല്ലാ സൈനികമായിട്ടുള്ള ഒരു ശക്തികളും സൈനിക ശേഷിയും ഇല്ലാതാക്കുമെന്നാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ലബനനും ഇറാനും ഒപ്പം സിറിയ എന്നൊരു രാജ്യമുണ്ട്. ബാഷർ അൽ അസദ് ആണ് അവിടുത്തെ പ്രസിഡന്റ്. അപ്പൊ ഈ ബാഷർ അൽ അസദ് അവിടെ ആകെ അക്രമമാണ്. സിറിയയിൽ എന്നും അക്രമവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തല്ലാണ് നടക്കുന്നത്. തന്നെയല്ല സിറിയ ഈ വക ഹെസ്ബുള്ളയ്ക്കും ഇറാനും ഒക്കെ ഉള്ളൊരു അതിനുവേണ്ടി സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യമാണ് സിറിയ എന്ന് പറയുന്നത്. ബാഷർ അൽ അസദ് പുടിന്റെ ഒരു അഭയം തേടിയാണ് അവിടെ എപ്പോഴും അധികാരത്തിൽ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ സിറിയയിൽ ഫോക്കസിലാണ് ഇസ്രായേൽ. ഇപ്പൊ ഇവിടെ ലബനനായിട്ട് വെടിനിർത്തലാണ്, ഹമാസ് അവിടെ തീർന്നു, ഹൂത്തികളും ഇപ്പൊ അക്രമമില്ല. അപ്പൊ സിറിയയില് ബോംബിങ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. അവിടെ പ്രദേശങ്ങൾ കണക്കാക്കി ഈ സർജിക്കൽ സ്ട്രൈക്സ് ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേൽ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ എവിടെയൊക്കെയോ ഇങ്ങനെയുള്ള ഇതുകൾ പൊന്തി വരുന്ന അവിടെയൊക്കെ ഈ ഇസ്രായേല് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കാണേണ്ടത് ഇറാനിലേക്ക് തിരിയുമോ എന്നുള്ളതാണ്. കാരണം ഹമാസിനെ തീർത്തു, ഹെസ്ബുള്ളയെ തീർത്തു. അടുത്തത് ഇറാനാണോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. തന്നെയുമല്ല ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മെക്രോണിന്റെയും
അമേരിക്കയിലെ ട്രംപ് അധികാരത്തിൽ വരുന്നു, ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ലെബനൻ ഇനി മുന്നോട്ട് പോകുന്ന വഴി എന്തായിരിക്കും? ഒരു ജനാധിപത്യത്തിലേക്ക് തിരിച്ചു പോകുമോ? അവിടെ സമാധാനം വരുമോ എന്നാണ് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്.